മനു തോമസിനെതിരെ പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സിപിഐഎം പുറത്താക്കിയ ജില്ലാ കമ്മിറ്റി അംഗം ഛർദ്ദിക്കുന്നതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു. ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് വന്നാൽ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ലെന്നുമാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. പോരാളി ഷാജിക്കെതിരെ സിപിഎം ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. വിവരങ്ങളുമായി അർജുൻ കല്യാട് ചേരുന്നുണ്ട്. അർജുൻ, നേരത്തെ മനു തോമസ് നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. P ജയരാജനും അദ്ദേഹത്തിന്റെ മകനും ഉൾപ്പെടെ മനു തോമസിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇപ്പോൾ ഒടുവിൽ പോരാളി ഷാജിയും മനു തോമസിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയാണ്. എന്തൊക്കെയാണ് അതിൽ പ്രധാനമായും പറയുന്നത്? അതുല്യ, ഗുഡ് മോർണിംഗ്. ഈ പോരാളി ഷാജി അതുപോലെ തന്നെ റെഡ് ആർമി തുടങ്ങിയിട്ടുള്ള പേജുകൾക്കെതിരെ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മുൻപ് പരസ്യമായി രംഗത്ത് വന്നതാണ്. ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും പണം കൈപ്പറ്റിക്കൊണ്ട് ഇടതുവിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു ഇത്തരം പേജുകൾക്കെതിരെ MV ജയരാജൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പാർട്ടിയെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ ഉയർന്നു വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എന്ന രീതിയിലാണ് ഇപ്പോൾ പോരാളി ഷാജിയും റെഡ് ആർമി തുടങ്ങിയിട്ടുള്ള പേജുകളുമെല്ലാം തന്നെ രംഗത്തെത്തുന്നത്. കഴിഞ്ഞ ദിവസം P ജയരാജനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പാർട്ടിയിൽ നിന്നും വിട്ടുപോയ DYFI മുൻ നേതാവായിട്ടുള്ള മനു തോമസിനെതിരെ ഇപ്പോൾ പോരാളി ഷാജിയും രംഗത്തെത്തുകയാണ്. കഴിഞ്ഞ ദിവസം റെഡ് ആർമിയും അതിനു പുറമെ ആകാശ് തില്ലങ്കേരി, അർജുൻ ആയങ്കി തുടങ്ങിയിട്ടുള്ള സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരുമെല്ലാം തന്നെ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എന്ന രീതിയിൽ രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ ജില്ലാ സെക്രട്ടറി ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ പാർട്ടിക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം മുന്നേ തന്നെ പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ പോരാളി ഷാജിയുടെ ഫേസ്ബുക്കിൽ മനു തോമസിനെതിരെ പറയുന്നത് CPM പുറത്താക്കിയ ജില്ലാ കമ്മിറ്റി അംഗം ഛർദ്ദിക്കുന്നതൊക്കെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു, ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ. അർജുൻ, ഇപ്പൊ മനു തോമസും പറയുന്നുണ്ട്, നേതാക്കളും പറയുന്നുണ്ട് മനു തോമസിനെ പുറത്താക്കിയതല്ല, അദ്ദേഹം അംഗത്വം പുതുക്കാത്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേതാവ് അംഗമാകില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴാണ് പോരാളി ഷാജിയുടെ പോസ്റ്റ് വരുന്നത്, പുറത്താക്കിയ നേതാവാണ് മനു തോമസിനെ പുറത്താക്കിയെന്ന്. തീർച്ചയായിട്ടും അതുല്യ, അതായത് അത്തരത്തിൽ മനു തോമസ് പുറത്തു പോയതാണ് എന്നുള്ള രീതിയിൽ സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പുറത്താക്കിയതാണ്, പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതാണെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി പോരാളി ഷാജി ഉൾപ്പെടെ, അത് പ്രധാനമായും P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് മനു തോമസ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ അത്തരത്തിൽ P ജയരാജനെ അല്ലെങ്കിൽ P ജയരാജൻ പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് പോരാളി ഷാജി ഉൾപ്പെടെയുള്ള ചില നവമാധ്യമങ്ങൾ, ഒരുപക്ഷെ അത് പാർട്ടിയെ ആകെ തന്നെയുള്ള ഒരു ചോദ്യമുനയിൽ നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. എങ്കിൽ കൂടി ഇത്തരത്തിൽ P ജയരാജനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം വരുന്ന ഘട്ടത്തിൽ അതിനെതിരെ പ്രതിരോധവുമായി ഇത്തരത്തിലുള്ള റെഡ് ആർമി, അതുപോലെ റെഡ് ആർമി മുൻപേ PJ ആർമി എന്നായിരുന്നു പേര്, അത് പിന്നീട് ഈ വ്യക്തിപൂജാ വിവാദം വന്നു, അത് വലിയ തോതിൽ ചർച്ചയായി. ആ ഘട്ടത്തിലാണ് റെഡ് ആർമി എന്ന പേരിലേക്ക് മാറുകയും ചെയ്യുന്നത്. എന്നാൽ പോരാളി ഷാജി തുടങ്ങിയിട്ടുള്ള പേജുകൾ ആരാണ്, എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി പോലും അതിനെതിരെ പരസ്യമായി ഇത്തരത്തിലുള്ള പേജുകളുടെ പിന്തുണ പാർട്ടിക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തതയോട് പറയുന്നതാണ്. പക്ഷേ പാർട്ടിക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എന്ന രീതിയിലാണ് ഇപ്പോൾ പോരാളി ഷാജിയൊക്കെ രംഗത്തെത്തുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുക, അതായത് ക്രെഡിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് മനു തോമസ് പറയുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് പോരാളി ഷാജി പറയുന്നത്. അതിനു പുറമെ മാധ്യമങ്ങൾക്കെതിരെയും വലിയ തോതിലുള്ള വിമർശനമുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മുൻ പ്രസിഡന്റിന്റെ ആരോപണങ്ങൾക്ക് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നു. കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് വന്നാൽ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നില്ലെന്നും പോരാളി ഷാജി ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. ഷാഫി പറമ്പിലിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉന്നയിച്ച ആരോപണം വാർത്തയാക്കിയില്ലെന്നും പോരാളി ഷാജി പറയുന്നു. അതായത് മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള മനു തോമസിന്റെ പ്രതികരണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് പോരാളി ഷാജി ഇതിന്റെ ഭാഗമായി ഉന്നയിക്കുന്നത്. ഇതിൽ ഈ പോരാളി ഷാജിയും ഈ റെഡ് ആർമിയും ഒക്കെ ഒരേ ആളാണ് അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള പ്രകടമായിട്ടുള്ള ഒരു തെളിവ് പോരാളി ഷാജി പങ്കുവച്ചിട്ടുള്ള ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ഒരു വരി പോലും മാറ്റാതെയുള്ള പോസ്റ്റ് റെഡ് ആർമി എന്ന പേജിലും പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് ഇന്നലെ രാത്രിയോടുകൂടി പോരാളി ഷാജി ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെക്കുന്നു. അത് ഇന്ന് പുലർച്ചയോടുകൂടി റെഡ് ആർമി പേജ് ഒരു വരി പോലും മാറ്റം വരുത്താതെയുള്ള
കാര്യങ്ങൾ പങ്കുവെക്കുന്നു, അതേ ചിത്രം ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നും വരുന്നതാണോ എന്നുള്ള സംശയം പോലും പലപ്പോഴും ഉണ്ടാകുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIM-നെതിരെ വന്നിട്ടുള്ള പ്രധാനമായും P. ജയരാജനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങുന്നത് പോരാളി ഷാജി, റെഡ് ആർമി തുടങ്ങിയിട്ടുള്ള പേജുകളാണ്. അതിനു പുറമെ ആകാശ് തില്ലങ്കേരി, അർജുന തുടങ്ങിയിട്ടുള്ള കൊട്ടേഷൻ ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. അവരുടെ അനുയായികളായിട്ടുള്ള ജിജോ തില്ലങ്കേരി, ജയപ്രകാശ് തില്ലങ്കേരി തുടങ്ങിയിട്ടുള്ള കൂട്ടാളികളാണ്. P. ജയരാജന്റെ മകൻ ജെയിൻ രാജാണ് തുടങ്ങിയിട്ടുള്ള. ഇവിടെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പോ P. ജയരാജൻ വലിയ രീതിയിൽ പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിലാണല്ലോ ഇപ്പോൾ പോരാളി ഷാജി അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. ഇപ്പോൾ MV ജയരാജൻ, CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കഴിഞ്ഞ ദിവസം ഈ പോരാളി ഷാജി ഗ്രൂപ്പിനെ തള്ളിപ്പറഞ്ഞിരുന്നു. P. ജയരാജനും പല ഘട്ടങ്ങളിലും ഈ ഗ്രൂപ്പിനെ തള്ളിപ്പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ P. ജയരാജൻ വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പിന്തുണയുമായി ഈ ഗ്രൂപ്പ് വീണ്ടും, ഈ പോരാളി ഷാജി വീണ്ടും രംഗത്തെത്തുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള PJ ആർമി എന്ന ഒരു പേജ്, അതായത് ഈ വ്യക്തി P. ജയരാജൻ ഒരു വ്യക്തിപൂജാ വിവാദത്തിന്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ഘട്ടത്തിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ PJ ആർമി എന്ന് പറയുന്ന ഒരു പേജായിരുന്നു. അതിനകത്തായിരുന്നു P. ജയരാജനെ വാർത്തുപാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത്. അതിനുശേഷമാണ് വലിയ തോതിൽ P. ജയരാജനെതിരെ വ്യക്തിപൂജാ വിവാദമെല്ലാം പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും ചർച്ചയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നത്. അത് പിന്നീട് റെഡ് ആർമി എന്ന പേരിലേക്ക് മാറുന്നു. അത് പേര് മാറിയത് കൊണ്ട് മാത്രം അതിനകത്തുള്ള അഡ്മിനോ അതിന്റെ കാര്യങ്ങളൊന്നും തന്നെ മാറ്റപ്പെടുന്നില്ല എന്നുള്ളതും വളരെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ P. ജയരാജന്റെ ഒരു ഫാൻസ് ആണ്, അല്ലെങ്കിൽ P. ജയരാജനെ അനുകൂലിക്കുന്ന, P. ജയരാജന്റെ ഏറ്റവും അടുത്ത അനുയായികൾ കൈകാര്യം ചെയ്യുന്ന ഒരു പേജാണ് ഈ റെഡ് ആർമി എന്ന കാര്യം ആ പേര് മാറ്റത്തിൽ തന്നെ വ്യക്തമാണ്. പേര് മാറിയത് കൊണ്ട് അതിന്റെ ആശയമോ കാമ്പോ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ആൾക്കാരോ മാറുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ P. ജയരാജൻ ഏതെങ്കിലും തരത്തിലൊരു പ്രതിരോധത്തിലാവുന്ന ഘട്ടത്തിൽ ഇപ്പോഴും റെഡ് ആർമി എന്ന് പറഞ്ഞാൽ അത് PJ ആർമിയാണ്. അതിന്റെ പേരിൽ മാത്രം മാറ്റമുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പ്രതിരോധത്തിന് റെഡ് ആർമി ഇറങ്ങുന്നു. പക്ഷേ റെഡ് ആർമിയുടെ അതേ കാര്യങ്ങൾ തന്നെ പോരാളി ഷാജിയിൽ പ്രത്യക്ഷപ്പെടുന്നു. പോരാളി ഷാജിക്കെതിരെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തന്നെ വലിയ തോതിൽ നിലപാട്. പക്ഷേ ഇത് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. CPM-ന്റെ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വരൂ എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ പറയുകയാണ്. പക്ഷേ അവർ പുറത്തേക്ക് വരുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല, അവർ പുറത്തേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് ആരാണ് എന്ന കാര്യം അറിയാൻ വേണ്ടി പാടില്ല. ഒരുപക്ഷെ ഈ പറയുന്ന റെഡ് ആർമിയുടെയോ PJ ആർമി എന്ന പേരിന്റെ അഡ്മിൻ തന്നെയായിരിക്കും ഒരുപക്ഷെ പോരാളി ഷാജിയുടെയും, അല്ലെങ്കിൽ അത്തരത്തിൽ അഡ്മിന്മാർ പരസ്പരം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടിയെ അല്ലെങ്കിൽ P. ജയരാജനെതിരെ വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുക, അല്ലെങ്കിൽ P. ജയരാജന്റെ ഒരു വലിയ ആരാധനാ വൃന്ദം, ആ വൃന്ദം ഇപ്പോഴും ഇത്തരത്തിലുള്ള ചില സൈബർ ഇടങ്ങളിൽ വലിയ തോതിൽ പ്രവർത്തിക്കുന്നു. പേര് മാറ്റി അല്ലെങ്കിൽ പേര് ചെറിയ തോതിൽ മാറ്റി ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് കാര്യമായ തോതിലുള്ള യാതൊരുവിധ മാറ്റവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും P. ജയരാജനെ എതിരെ വന്നിട്ടുള്ള ഈ മനു തോമസിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഫേസ്ബുക്ക് പേജുകളുടെ ലക്ഷ്യമെന്നത് പ്രകടമായി തന്നെ വ്യക്തമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ മറ്റ് ചില വ്യക്തികളുടെ സൈബർ ഇടങ്ങളിലും തീർച്ചയായും മനു തോമസിനെതിരെ വിമർശനവുമായി പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.